പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും അവിടുത്തെ വത്സരമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിലും വിശുദ്ധ യോസേപ്പ് പിതാവിലും എത്രയും സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരങ്ങളെ, ആണ്ടുവട്ടത്തിലെ 25-ാം ഞായറിലേക്ക് സഭമാതാവ് നമ്മെ ക്ഷണിക്കുമ്പോൾ ഈ ഒരാഴ്ചക്കാലം നമുക്ക് ദൈവമായ കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി അർപ്പിക്കാം. വീണ്ടും വിശുദ്ധതരമായ വിചാരങ്ങളോടും നമ്മുടെ പ്രവൃത്തികളെല്ലാം അവിടത്തേക്ക് ഉചിതമായ വിധം നിർവഹിക്കുന്നതിന് വേണ്ടി യോഗ്യതയോടുകൂടെ ജീവിക്കുന്നതിന് വേണ്ടി ഒരാഴ്ചക്കാലത്ത് നമുക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ തിരുവൾത്താരയിൽ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്നിൻ്റെ വചനഭാഗങ്ങളിലൂടെ സഭമാതാവ് നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു സത്യം, എല്ലാ മനസ്സിൻ്റെ സ്വാർത്ഥതകളും തിന്മ വിചാരങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് സഹോദരങ്ങളെ അവരായിരിക്കുന്ന വിധത്തിൽ സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനും ഒരുമിച്ച് ജീവിക്കുവാനും പരിശ്രമിക്കുക എന്നുള്ളതാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലൂടെ നമ്മൾ ശ്രമിക്കുകയാണ്. പ്രവാചകൻ, ദൈവത്തിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടുന്നവൻ, അവൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ദൈവഹിതമാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് എതിരായിട്ട് ആലോചന നടത്തുകയും നമ്മൾ ഉപദേശിക്കുകയും ചെയ്യുന്നവനെ നമുക്ക് കൊന്നുകളയാം എന്നാണ് ഗൂഢാലോചന ചെയ്യുന്നവർ മനസ്സിൽ വിചാരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. വിശുദ്ധ സുവിശേഷത്തിലൂടെ നമ്മൾ ശ്രമിക്കുകയാണ്. ഈശോ യഹൂദന്മാരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടുകൊണ്ട് അവിടത്തേക്ക് സംഭവിക്കുവാനിരിക്കുന്ന ആ മാരകമായ കുരിശുമരണത്തെക്കുറിച്ച് അവിടുന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഇതിലൊന്നും ശ്രദ്ധ പതിപ്പിക്കാതെ തങ്ങളിൽ വലിയവനാരാണ് എന്നതിനെക്കുറിച്ച് സംസാരിക്കുന്ന ശിഷ്യഗണത്തെ, അവരുടെ ആ ഏറ്റവും ശൂന്യതയെ ഈശോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈശോ പറയുന്നു, നിങ്ങളിൽ ഏറ്റവും വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ പരിത്യജിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷകനായി മാറുന്നതിൽ ശ്രദ്ധ പതിപ്പിക്കുക എന്ന്. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധമായ ബലിയർപ്പണത്തിനായി നാം ഒരുങ്ങുമ്പോൾ നമുക്കൊരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളെയും പോരായ്മകളെയും അവിടുത്തെ തിരുമുമ്പിലേക്ക് പറഞ്ഞുകൊണ്ട് വിശുദ്ധമായ വിചാരങ്ങളുടെയും ബലിക്കായി നമ്മെ തിരഞ്ഞെടുക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയോടും അയൽക്കാരോടുമുള്ള സ്നേഹത്തിൽ ദിവ്യകൽപ്പനകളെല്ലാം അങ്ങ് സ്ഥാപിച്ചുവല്ലോ. അങ്ങേ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് നിത്യജീവനിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുവാനുള്ള അർഹത ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന അങ്ങ് കേട്ടരുളേണമേ. പരിശുദ്ധ കന്യകാമറിയത്തിലെ യോസേപ്പ് പിതാവിലും എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരൻ,
ഗലീലയിലൂടെ ഈശോ കടന്നു പോകുമ്പോൾ അവിടുന്ന് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന, തനിക്ക് അനുഭവിക്കാനിരിക്കുന്ന ആ പാടുവീടുകളെക്കുറിച്ച് ഈശോ അവരെ ബോധ്യപ്പെടുത്തുകയാണ്. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടും, അവർ അയാളെ വധിക്കും, ഇവിടതിനു ശേഷം അയാൾ ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഈശോ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനിരിക്കുന്ന ഏറ്റവും അതിതീവ്രമായിട്ടുള്ള യാതനയെക്കുറിച്ച് ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുമ്പോൾ അത് ശ്രവിക്കുവാൻ അവർക്ക് സാധിക്കാതെ പോകുന്നതിനെ കുറിച്ച് സുവിശേഷകൻ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. പ്രിയമുള്ളവരെ, ഇന്നിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ മറ്റൊരാൾ പറയുന്നത് തീർച്ചയായും നമ്മൾ ശ്രവിക്കണം, കേൾക്കണം. അങ്ങനെ അയാളെ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും പരിഹാര വചസ്സുകൾ നമുക്ക് പറയുവാൻ സാധ്യമല്ല എങ്കിലും എൻ്റെ പ്രയാസങ്ങൾ ഞാൻ പങ്കുവയ്ക്കുമ്പോൾ കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു വിശ്വാസമാണ് ഒരു മനുഷ്യൻ്റെ, അത് സ്ത്രീ ആയാലും പുരുഷനായാലും, ഹൃദയത്തെ ഉൾക്കൊള്ളുവാൻ അല്ലെങ്കിൽ ആർജിക്കുവാൻ സാധിക്കുന്നു എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇപ്രകാരം നമ്മൾ ഓരോരുത്തരും വിവിധങ്ങളായിട്ടുള്ള മാനസിക അസ്വസ്ഥതകളിലൂടെ, മനസ്സിൻ്റെ മുറിവുകളിലൂടെ വ്യാപരിക്കുന്നവരാണ്. ഈ മനസ്സിൻ്റെ മുറിവുകളൊക്കെ ഒന്ന് പങ്കുവയ്ക്കുവാനായിട്ട് നമ്മൾ അവസരങ്ങൾ തേടുന്നവരുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞകാല അനുഭവങ്ങൾ അത് കൈപ്പേറിയ തിക്താനുഭവങ്ങളായി തന്നെ നിലകൊള്ളുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് ഒരാശ്വാസം നേടണമെന്ന് ആരാണ് ആഗ്രഹിച്ചു പോകാത്തത്? ഇന്ന് ഇപ്രകാരം ഒരു നവീകരണത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുമ്പോൾ യേശുവാകുന്ന ആ പരിശുദ്ധ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട്, അവിടുത്തെ വിശുദ്ധ കുർബാനയുടെ സന്നിധി ആയിരുന്നുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങളും, മാനസികമായ മുറിവുകളും അസ്വസ്ഥതകളും അവിടുത്തെ തിരുമുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ തുറന്നു വെച്ചുകൊണ്ട് അവിടുത്തെ സൗഖ്യത്തിനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ സഭ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഇന്നിൻ്റെ സുവിശേഷത്തിൽ ഈശോ ഇപ്രകാരം തൻ്റെ അനുഭവിക്കുവാനിരിക്കുന്ന മാരകമായ ആ തീവ്രമായ വേദനയെക്കുറിച്ച് പങ്കുവയ്ക്കുമ്പോൾ ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞിരുന്ന കാര്യം ഈശോയുടെ അറിവിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് അവിടുന്ന് സ്വീകരിക്കുകയാണ്. അതാണ് അവിടുന്ന് അവർ ഭവനത്തിലെത്തിക്കഴിയുമ്പോൾ അവരോട് ചോദിക്കുന്നത്, വഴിയിൽ വെച്ച് നിങ്ങൾ എന്തിനെ പറ്റിയാണ് തർക്കിച്ചുകൊണ്ടിരുന്നത്? തീർച്ചയായിട്ടും ശിഷ്യന്മാര് താൻ പറഞ്ഞു വെച്ച കാര്യങ്ങളെക്കുറിച്ചല്ല മനസ്സിലാക്കിയതും സംസാരിച്ചതെന്നും ഈശോയ്ക്ക് വ്യക്തതയുണ്ടായിരുന്നു. പക്ഷേ അവരുടെ മനോഭാവം വായിച്ചു മനസ്സിലാക്കിയ ഈശോ അവിടുത്തെ തിരുമുമ്പിൽ അവർക്കൊന്നും മറച്ചു വയ്ക്കുവാൻ സാധ്യമായില്ല. അതുകൊണ്ടാണ് അവിടുന്ന് അവരുടെ അന്തർഗതം മനസ്സിലാക്കിക്കൊണ്ട് അവിടുന്ന് സംസാരിക്കുക. വലിയവനാകാൻ ആരാണ് കൂട്ടത്തിൽ വലിയവൻ എന്നുള്ളതിനെ കുറിച്ച് അവർ സംസാരിച്ചു കൊണ്ടിരുന്നത്. പ്രഥമ സ്ഥാനത്തേക്ക് എത്തിച്ചേരുക. അങ്ങനെ പ്രഥമ സ്ഥാനത്തേക്ക് എത്തിച്ചേരുമ്പോൾ ഓരോ പടിപടിയായിട്ട് പരമേൽപ്പിക്കാനിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചുള്ള ഒരു മൂഢമായ ചിന്തയായിരുന്നു അവരെ ഭരിച്ചിരുന്നത്, അധികരിച്ചിരുന്നത് എന്ന് ഈശോയ്ക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. അതുകൊണ്ടാണ് അവരുടെ മൗനത്തെ അവിടുന്ന് അത് തുറന്നുകൊണ്ട് അവരുടെ മനോഭാവത്തിലേക്ക് അവിടുന്ന് കടന്നു വന്നുകൊണ്ട് സംസാരിക്കുക. ഈ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ വലിപ്പത്തിലല്ല, മറിച്ച് അവൻ്റെ താഴ്മയിലേക്ക് ഇറങ്ങി വരുവാനായിട്ടാണ് പരിശ്രമിക്കേണ്ടത് എന്ന്. ആകയാൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ഏറ്റവും ഒടുവിലെത്തവനും എല്ലാവരുടെയും ദാസനുമാകണം. ആ നിഷ്കളങ്ക മനോഭാവത്തോടെ വ്യാപരിക്കുന്ന കുഞ്ഞുങ്ങളെ എപ്രകാരമാണവർ
സ്വർഗരാജ്യത്തിന് അർഹരായി മാറുന്നതെന്ന് യേശു പറഞ്ഞു വയ്ക്കുകയാണ്. ഒരു ശിശുവിനെ എടുത്ത് അവരുടെ മധ്യത്തിൽ നിർത്തി അനന്തരം അതിനെ കയ്യിലെടുത്തുകൊണ്ട് അവർ ചെയ്യുന്നു, എൻ്റെ നാമത്തിൽ ഇത്തരത്തിലുള്ളൊരു കുട്ടിയെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നവൻ. അപ്പോൾ ശിശുവിൻ്റെ ആ മനോഭാവത്തിലേക്ക്, ശിശുവിൻ്റെ ലാളിത്യത്തിലേക്ക് എല്ലാം ഉൾക്കൊള്ളുകയും അനുസരിക്കുകയും ചെയ്യുന്ന ആ ശിശുവിൻ്റെ മനോഭാവത്തിലേക്ക് വന്ന് ഇപ്രകാരം ഒരു എളിമ പ്രകൃതി സ്വീകരിച്ചെങ്കിൽ മാത്രമേ സ്വർഗരാജ്യം അവകാശപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈശോ നമ്മെ പഠിപ്പിച്ചു തരുന്നു. പ്രിയമുള്ളവരെ, ഇപ്രകാരമുള്ള ആ മനുഷ്യൻ്റെ ആ ജീവിത സംക്രമണത്തെ, അതിൻ്റെ കാലഘട്ടങ്ങളെ നാം പരിശോധിച്ചറിയുമ്പോൾ ആ ശിശുവായിരിക്കുന്ന കാലം, ബാല്യകാലം, യൗവനകാലം, പ്രായത്തിൻ്റെ പക്വതയിലേക്ക് കടന്നു വരുന്ന കാലം, വീണ്ടും ആ വാർദ്ധക്യത്തിലേക്ക് വരുന്നത്, തീർച്ചയായും അവകാശപ്പെട്ട അവകാശം വാങ്ങിക്കുന്നതിലേക്കുള്ള ഒരു യാത്രയുടെ പുറപ്പാടാണ് വാർദ്ധക്യകാലം എന്ന് പറയാൻ സാധിക്കും. ആകയാൽ ഇക്കഴിഞ്ഞ കാലഘട്ടങ്ങളെക്കുറിച്ചുള്ള ഒരു ശോകപരമായ, ദുഃഖപരമായ, വേദന നിറഞ്ഞവയെക്കുറിച്ച് അയവിറക്കിക്കൊണ്ട് വിഷമത അനുഭവിക്കുന്ന കാലഘട്ടമല്ല, മറിച്ച് ഈ സംക്രമണം പൂർത്തിയാക്കുവാൻ വേണ്ടി ശിശുവിൻ്റെ മനോഭാവത്തിലേക്ക് ആ വാർദ്ധക്യത്തിലെത്തുന്ന ഓരോ വ്യക്തികളും കടന്നു വന്നുകൊണ്ട് ശിശു സഹജമായ വിധത്തിൽ സകലതും ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്തുകൊണ്ട്, എന്നാൽ എളിമയുടെ മനസ്സിൻ്റെ തലത്തിലേക്ക് വന്ന് ഇനി കാക്ഷിക്കേണ്ട, സ്വീകരിക്കേണ്ട സ്വർഗത്തെപ്പറ്റിയുള്ള സ്വപ്നങ്ങൾ നെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഓരോ വാർദ്ധക്യവും ഇപ്രകാരം നമ്മെ പ്രേരിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നിൻ്റെ സുവിശേഷം നമ്മെ പഠിപ്പിച്ചു വരുമ്പോൾ പ്രതികാര യോഗികളായിട്ടല്ല, മറിച്ച് പകരത്തിന് പകരം നന്മ ചെയ്തുകൊണ്ട് അവനെ അവളെ ജീവിതത്തിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ യേശുവാകുന്ന ആ ലാളിത്യത്തിൻ്റെ രൂപം നമ്മളിൻ്റെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ. ആമേൻ. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിനും ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവിതദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവരുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. സഭയോടൊത്ത് നമ്മുടെ വിവിധങ്ങളായ ആവശ്യങ്ങളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സമർപ്പിക്കുന്നു. തങ്ങളെ പ്രവേശിക്കുന്ന
കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും മൗനമായി നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, അങ്ങേ കാരുണ്യം യാചിക്കുന്ന ജനത്തോടുകൂടെ അങ്ങായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ പ്രചോദനത്താൽ വിശ്വസ്തതപൂർവ്വം അവർ യാചിക്കുന്നത് സദാ സന്നദ്ധതയാർന്ന അങ്ങ് ഔദാര്യത്താൽ സംപ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന അങ്ങ് കേട്ടരുളണമേ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, അങ്ങേ ജനത്തിൻ്റെ കാണിക്കകൾ ദയാപൂർവം സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൻ്റെ ഭക്തിയാൽ പ്രഖ്യാപിക്കപ്പെടുന്നത് സ്വർഗീയ രഹസ്യങ്ങളാൽ ഇവർ പ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന അങ്ങ് കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ.
നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ പാപമൊഴികെ ഞങ്ങളുടെ സാദൃശ്യത്തിൽ ജീവിക്കുവാൻ അങ്ങ് തിരുമനസ്സായ രക്ഷകനെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി അയക്കുവാൻ തക്കവണ്ണം അങ്ങ് ലോകത്തെ അത്രമാത്രം കാരുണ്യപൂർവ്വം സ്നേഹിച്ചു. അങ്ങനെ പാപം ചെയ്തുകൊണ്ട് അനുസരണക്കേട് മൂലം ഞങ്ങൾ നഷ്ടപ്പെടുത്തിയത് ആരുടെ അനുസരണം വഴി അങ്ങേ ദാനങ്ങളിലേക്ക് ഞങ്ങൾ പുനരുദ്ധരിക്കപ്പെട്ടുവോ ആ പുത്രനിൽ അങ്ങ് സ്നേഹിച്ചത് ഞങ്ങളിലും അങ്ങ് സ്നേഹിക്കുവാൻ ഇടയാക്കി. ആകയാൽ കർത്താവേ, എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് ആഹ്ലാദഭരിതരായി പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ ആലപിക്കുന്നു. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലീത്തയോടും വൈദികഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും
അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയും ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം കൺപാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവേൻ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിനായി ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരായ നമ്മൾ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങ് എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ കൂദാശയാൽ അങ്ങ് പരിപോഷിപ്പിക്കുന്ന ഇവരെ നിരന്തര സഹായത്താൽ ഉദ്ധരിക്കണമേ. അങ്ങനെ ദിവ്യരഹസ്യങ്ങളാലും ജീവിത രീതികളാലും പരിത്രാണത്തിൻ്റെ ഫലം ഞങ്ങൾ സംപ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന അങ്ങ് കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു.